എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടും വളരെ രുചികരമായിട്ടും എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റാഗി പായസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി തന്നെ കൊടുക്കാൻ പറ്റിയ നല്ല സ്വാദൂറും പായസം കൂടിയാണ്. റാഗി വിഭവങ്ങൾ തയ്യാറാക്കി നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ അവർക്ക് വളരെ മടിയായിരിക്കും ആ ഒരു വിഭവങ്ങൾ കഴിക്കാനായിട്ടും. എങ്കിൽ തന്നെയും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അതുപോലെ ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് ഈ ഒരു ഹെൽത്തി പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 50 ഗ്രാം അളവില് റാഗിപ്പൊടി എടുക്കാം. ഒരു 1/4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ റാഗിപ്പൊടി നല്ലോണം തന്നെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും തന്നെ ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1/2 ലിറ്റർ വെള്ളമായിട്ടുണ്ട്. ഞാൻ ഈ റാഗിപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ട് ഇതിൽ ധാരാളം ഉമിയെല്ലാം ഉണ്ട്. കണ്ടല്ലോ, ഇത് അരിച്ചെടുക്കുവാണെങ്കിൽ ഈ ഒരു ഉമിയെല്ലാം നമുക്ക് നഷ്ടപ്പെടും. കണ്ടോ, കുറച്ച് ഉമിയോടുകൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് അടുപ്പിലേക്ക് മാറ്റാം. നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. പൊടിയൊന്ന് കുറുക്കി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വല്ലാതെ തന്നെ കട്ടിയായി മാറും. അങ്ങനെ നമ്മുടെ റാഗിപ്പൊടി ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കട്ടിയായി കിട്ടണം. ഇപ്പോൾ അല്പം ലൂസായിട്ടാണ് നമുക്കിവിടെ ആയി വന്നിട്ടുള്ളത്. നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ ഒരു റാഗിപ്പൊടി 6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ റാഗിപ്പൊടി എടുത്തിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ റാഗിപ്പൊടി ഇവിടെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 350 ഗ്രാം അളവിൽ ശർക്കര ഒന്ന് 1/2 ലിറ്റർ വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം. ശർക്കര തിളച്ചു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു നാളികേരം ഞാനിവിടെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് 1-ാം പാലും 2-ാം പാലും നമുക്ക് തിരുമ്മി പിഴിഞ്ഞെടുത്തിട്ട് വരാം. നിങ്ങൾ എടുക്കുന്നത് ശർക്കര പൊടിയാണെങ്കിൽ നേരിട്ട് തന്നെ കുറച്ച് വെള്ളത്തിലേക്ക് അലിയിപ്പിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ശർക്കര പാനിയാക്കിയാണ് ചേർത്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള റാഗി ശർക്കര പാനിയിലേക്ക് ചേർക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. റാഗി പായസം തയ്യാറാക്കുമ്പോൾ ഒരുപാട് റാഗിപ്പൊടി ചേർക്കരുത്. കാരണം അല്പം ലൂസായിട്ട് കുടിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ശർക്കര പാനിയിൽ കിടന്ന ഈ ഒരു പൊടി ഒന്നുകൂടെ വെന്ത് ഒന്ന് കട്ടിയായിട്ട് വരണം. അതുവരെയും നമുക്കൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റാഗി ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകിയ പരുവത്തിലേക്ക് ആയി വന്നാൽ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. ഇപ്പൊ ചവ്വരി ഒന്ന് കുതിർത്തി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ചവ്വരി വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് സ്റ്റാർച്ച് കഴുകിക്കളയണം. ഇല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു പായസം പെട്ടെന്ന് തന്നെ കട്ടിയായി മാറുന്നതാണ്. അതുകൊണ്ട് കഴുകിയിട്ട് വേണം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടും. ഇനിയിപ്പോൾ ചവ്വരിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചവരിയിലേക്ക് മധുരമൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണം. ഒന്നും കൂടെ ഇളക്കി തിളച്ചു വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് 2-ാം പാല് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 2-ാം പാല് 1/2 ലിറ്റർ അളവാണ് എടുത്തിട്ടുള്ളത്. 2-ാം പാലും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ചവരിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതൊന്നും കൂടെ കട്ടിയായി വരും. അപ്പൊ അതുകൊണ്ട് അല്പം ലൂസായിട്ട് വേണം നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ചവരിയും ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്നുകൂടെ വെന്ത് കിട്ടണം. അതുവരെയും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചവരിയും റാഗിയും എല്ലാം ചേർന്ന് നല്ല പോലെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനിപ്പോൾ വളരെ മധുരം കുറച്ചാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കാം. അതുപോലെ നാളികേരപ്പാല് കുറച്ചുകൂടെ ഒക്കെ ചേർത്ത് കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കുറച്ചുകൂടെ ഒക്കെ നാളികേരപ്പാല് ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ആദ്യമേ റാഗി കുറുക്കിയ പാത്രത്തിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലാണല്ലോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കി റാഗി കുറുക്കിയെടുത്തിട്ടുള്ള അതേ പാത്രത്തിലേക്ക് തന്നെ ശർക്കര പാനി ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ചവ്വരിയെല്ലാം തിളച്ചൊന്ന് കുറുക്കിയ പാകത്തിലേക്ക് ആയി വരട്ടെ. അങ്ങനെ ചവ്വരിയും ചേർത്ത് നല്ലോണം തന്നെ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് 1-ാം പാല് കൂടെ ചേർത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1-ാം പാല് ഒഴിച്ചു കൊടുക്കുവാണ്. 100 മില്ലി അളവിലാണ് 1-ാം പാല് എടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. 1-ാം പാൽ ഒഴിച്ചു കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാല് തിളച്ചു പോകാൻ സാധ്യതയുണ്ട്. നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കാം.
അങ്ങനെ നല്ലവണ്ണം തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചുക്കും ഏലക്കായും കൂടെ പൊടിച്ച പൊടിയാണ് കേട്ടോ. കുറച്ച് പഞ്ചസാരയിലാണ് പൊടിച്ചിട്ടുള്ളത്. ഇത് കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് ജീരകപ്പൊടി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ജീരകപ്പൊടി ചേർക്കുന്നില്ല. നമുക്കിനി പായസം താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ചൂടായ നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മൂപ്പായി വരണം. കാഷ്യൂസും റൈസിൻസ് ഒക്കെ നല്ലവണ്ണം തന്നെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഈ ഒരു താളിപ്പ് ചേർക്കാം. നമുക്ക് ഈ പായസം ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസത്തിന്റെ ചൂടൊക്കെ ഇപ്പോൾ ആറി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള റാഗി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു പായസത്തിന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.